ഹലോ ഗുഡ് മോർണിംഗ്. എന്നെ സുൽപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തു തന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്പലം അങ്ങോട്ടുള്ള വർക്കൗട്ടാണെന്നല്ല, ചെറിയ ചെറിയ രീതിയിൽ. ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് കുറേ വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങനെ മലമറിക്കാനൊന്നും എന്തായാലും പറ്റില്ല. പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ഇതാണ് അത് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ടുണ്ടാകും. അപ്പോൾ അമ്മ എനിക്ക് ദോശേൻ്റെ മാവും ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ കൂടെ ചേച്ചീൻ്റെ മോളുണ്ട്, അവളെയും കൂട്ടി പോയേക്കുവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മെല്ലെ ദോശ ഇട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ദോശ കൂടാതെ അവിടെ കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദോശയും ചട്ടനിയും കൂട്ടി കഴിക്കും. 2 ദിവസമായിട്ട് മഴയാണ്, ഇവിടെ മഴച്ചാറ്റലാണ്. അപ്പോൾ ബാൽക്കണി തുണി ഇടാൻ പറ്റാത്തതുകൊണ്ട് അമ്മ തുണിയൊക്കെ ഇവിടെ ഇട്ടേക്കുവാണ്. പിന്നെ ഇതേ അമ്മ പാവയ്ക്ക വറുത്തത് ഉണ്ടാക്കിയിട്ടുണ്ട്, ചട്ടനി ഉണ്ടാക്കിയിട്ടുണ്ട്, മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കുള്ള മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പേരി, ബീൻസ് ഉപ്പേരി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റ ദോശയെ ഉണ്ടാക്കി തിന്നുന്നുള്ളൂ കേട്ടോ, ഒരേ ഒരെണ്ണം. ഇത് വാങ്ങിയ മാവാണ്, അതുകൊണ്ട് നമ്മൾ ഭയങ്കര എന്താ പറയുക എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മാവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ പുളിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോഴിക്കോടൊക്കെ ചൂടാണല്ലോ, അപ്പോൾ ദോശമാവ് പുളിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ഇട്ട് നമുക്ക് അരയ്ക്കാം. പിന്നെ ഒരു നുള്ളി പഞ്ചസാര ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശമാവിന്. പിന്നെ നെയ്യ്, ഇത്തിരി നെയ്യിടാം. നെയ്യ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല, അത് നിങ്ങൾക്കറിയോ. അടുത്ത ട്രിപ്പ് തുണി ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ കിടപ്പുണ്ട് കേട്ടോ. മിന്നു അമ്മയും ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. ഇനി അവർ വന്നിട്ട് ഇനി കഴിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ജോൺസാറ്റായി വരുന്ന കാരണം ഞങ്ങൾക്ക് മീൻ വാങ്ങണം. ഞാൻ ഒരൊറ്റ ദോശ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അമ്മോ നെയ്യ് കൂടിപ്പോയിട്ട് പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യുന്നൊക്കെ വെറുതെ ആവുമോ ഭഗവാനെ. എനിക്ക് നല്ല തിന്നുന്ന നല്ല വൃത്തിക്ക് നല്ല രുചിയിലും തിന്നണം എന്ന് ആഗ്രഹമുള്ളതാണ് കേട്ടോ. തിന്നുന്ന നല്ല ടേസ്റ്റ് തിന്നു ഒരെണ്ണം. എനിക്ക് അളവ് അങ്ങനെ കൂടുതലൊന്നും വേണ്ട, പക്ഷെ തിന്നുന്ന നല്ല വൃത്തിക്കും തിന്നുന്ന ഇത് സ്ഥലം നല്ല വൃത്തി വേണം, അതും എനിക്ക് നിർബന്ധം കേട്ടോ. നമുക്ക് ദോശ തിന്ന ശേഷം കാണാൻ എനിക്ക് മറച്ചിടലൊക്കെ കുഴപ്പമില്ല. ഒറ്റ ദോശ തിന്നു. അപ്പോൾ മധുരമുള്ളതൊന്നും അധികം കഴിക്കാറില്ല, വല്ലപ്പോഴും. അതും ഞാൻ കഴിക്കണം തോന്നിയാൽ കഴിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം പാലപ്പത്താണ് കേട്ടോ. അതാണിപ്പോൾ ഞാൻ മധുരം കഴിക്കാൻ തോന്നിയാൽ കഴിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പ്ലേറ്റിൽ ദോശയും ചട്ടനിയും എടുത്ത് കഴിച്ചിട്ട് വേണം. എനിക്ക് നല്ല പണിയുണ്ടെന്ന്, അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര പണികളാണ്. കാരണം ഇന്നും ഞാൻ അടിച്ചു വാരി തുടച്ചിട്ടില്ല, എനിക്ക് ഓഫീസിൽ വേഗം പോകേണ്ടതുകൊണ്ട്. പിന്നെ നല്ല വൃത്തിക്ക് അടിച്ചു വാരി തുടച്ച് പോയി അമ്മ എന്നെ ശരിയാക്കി കളയും. അമ്മയ്ക്ക് വൃത്തി ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് അമ്മ അടിച്ചു വാരി തുടയ്ക്കാൻ നിൽക്കാതെ. ഈ മുളക് ഭയങ്കര ടേസ്റ്റാട്ടോ ചമ്മന്തിയിൽ. പിന്നെ ഇത്തിരി പാവയ്ക്ക് എടുക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി അമ്മ രാവിലെ കറിയൊക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷേ അത് ഞങ്ങൾക്ക് ഉച്ചത്തേക്ക് ഉണ്ടാക്കി വെച്ച കറി രാവിലെ എടുക്കാൻ പെർമിഷൻ ഇല്ല. അതുപോലെ അമ്മ വിളമ്പി തരും, കാരണം ഒക്കെ റേഷൻ പോലെയായിരുന്നു. ഇതൊക്കെ മൂടി വെക്കണം, മൂടി വെച്ചിട്ടേ ഞാൻ കഴിക്കാനിരിക്കുള്ളൂ. ഫസ്റ്റ് ലൈറ്റ് ആവട്ടെ. ഇവിടെ ഭയങ്കര കറണ്ട് ബില്ലാട്ടോ ഈ ഫ്ലാറ്റിൽ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കൊമേഴ്സ്യൽ ഇതിലാണ് കറണ്ടും ഗ്യാസൊക്കെ ട്രീറ്റ് ചെയ്യുന്നവർ, അതുകൊണ്ട് ഭയങ്കര ബില്ലാണ്. ദോശ കഴിക്കട്ടെ കേട്ടോ. അന്ന് അത്യാവശ്യം തെളിച്ചുണ്ട്. അപ്പോൾ തുണിയൊക്കെ കുറേ ആറിടാണ്ട്. എനിക്കിന്ന് ഓഫീസിൽ പോകണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് പോയി തല കാണിച്ച് വരണം. സമയം ഒത്തിരി ലേറ്റായിട്ടോ. ഞാനിന്ന് ഓഫീസിൽ പോകാൻ മുടിയൊക്കെ എന്താ എങ്ങനെയാണെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ ഡൈ ചെയ്തതാണ്. ഡൈ ചെയ്തിട്ട് പിന്നെ എനിക്ക് ഒന്നിനും സമയമൊന്നും കിട്ടില്ല. അപ്പോഴേക്കും മനസ്സിന് സങ്കടം തരുന്ന വേറൊരു കാര്യം ഒക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം കേട്ടോ. എൻ്റേതല്ലാത്ത കാരണത്താൽ കുറച്ച് പേരെ വിശ്വസിച്ച് പോയതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ അനുഭവിക്കുന്നത് വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. പിന്നെ ഏത് ചതിയുടെ പിന്നീട് ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന് പറയില്ലേ, അതും വളരെ ശരിയായിട്ടുള്ള കാര്യം കേട്ടോ. കാരണം പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും അതിൻ്റെ ആ ഒറിജിനാലിറ്റി ഇതാക്കാനും സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര കഴിവാണ്. ഇത് കേട്ടിട്ട് എല്ലാ സ്ത്രീകളെയും അങ്ങനെയായി ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കരുത്, ഭൂരിഭാഗം സ്ത്രീകളും. ഓക്കെ, കുറേ പേരൊക്കെ ചതി തുറന്ന് പറയാത്തത് കൊണ്ടാണ് പലരും ഇന്ന് നല്ല എന്താ പറയുക ഇതായിട്ട് നടക്കുന്നത്. ഫോൺ റിങ് ചെയ്യുന്നൊരു മിനിറ്റ്. പലരും പ്രസ്റ്റീജ് ഇഷ്യൂ, ഇമേജ്, പിന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന, സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന ഓർത്തിട്ട് പല കാര്യങ്ങളും തുറന്ന് പറയാത്തത് കാരണം പല ആളുകളും ഇവിടെ വളരെ മാന്യന്മാരായിട്ട് വിലസുന്ന ആളുകളുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ എന്ന പോലെ നടക്കുകയാണ്. ഓക്കെ, എനിവേ എല്ലാത്തും നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ചതിക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല.
ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭമൊക്കെ എല്ലാവർക്കും വേണം. ഞാൻ ലാഭം മോഹിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ അത് നല്ല ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ്. ആളുകൾക്ക് അതുകൊണ്ടുള്ള അവരെന്തിനാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ നേട്ടം കിട്ടിയ ശേഷമുള്ള പ്രോഫിറ്റ് മാത്രം, അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിടിച്ചു പറിക്കണം, തട്ടിപ്പറിക്കണം, കള്ളത്തരത്തിലൂടെ കൈയിട്ട് വരണം, അതൊന്നും എൻ്റെ കണ്ടുപോലില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചില്ല. അമ്മയും മോരുകറിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ രാവിലെ ആ ദോശ തിന്നത് തന്നെയുള്ളൂ. അപ്പോൾ ഓഫീസിൻ്റെ ഒരു ആവശ്യത്തിന് പുറത്തു കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ചേച്ചിയും. പിന്നെ ജോൺസേട്ടൻ വരുന്നതുകൊണ്ടാട്ടോ നമ്മ ഭക്ഷണം ഉണ്ടാക്കിയത്. ജോൺസേട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് വരില്ല എന്ന് പറയുന്നത്, വൈകുന്നേരം ആവും വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മീൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ റീസൺ എന്താ വെച്ചാൽ മീനില്ല. എനിക്ക് മീനില്ലാതെ ചോറ് ഇറങ്ങൂല. ഉണക്കമീൻ്റെ ഒരു തുണ്ടെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പുറത്തൊക്കെ പറ്റില്ല കേട്ടോ. മീനൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ കുറച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ജോൺസേട്ടേ വരുന്നതല്ലേ, നോക്കട്ടെ എന്തൊക്കെയാണല്ലേ. ഞാൻ ഏതായിരിക്കും വാങ്ങാൻ നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ? അങ്ങനെ ഞാൻ ഫ്ലാറ്റിൻ്റെ താഴേക്ക് അമ്മേനോട് വരാൻ പറഞ്ഞിട്ട് മീനൊക്കെ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനിങ്ങ് ഓഫീസിലേക്ക് കയറി കേട്ടോ. എനിക്ക് ഈ ഓഫീസിൽ നിന്ന് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് വൈഫൈ കിട്ടണം, അങ്ങനെ കുറച്ച് ആവശ്യങ്ങളുണ്ടായി വേണ്ടി കയറി. ഓക്കെ, ഇവിടെ എല്ലാവരും നല്ല തിരക്ക്. ഓഫീസ് കഴിയാനായി 4:30 ആയിട്ടോ. ചുഹു, എല്ലാവരും ഇവിടെ നല്ല വർക്കിലാണ്. എല്ലാവരും പോയി. ഇന്നെന്താ ആള് കുറവാണല്ലോ. ആള് കുറവാണല്ലോ. നോക്ക്, ഫിനാനോട് ആ വീഡിയോ എൻ്റെ ഫോണിലേക്കും കൂടെ അയക്കാൻ പറയും. അയച്ചില്ലേ? അത് നല്ല വീഡിയോ. ഇവളെ കാണിച്ച ശിശിരകാല മേഖലതിക്ക് എന്താവും നോക്കാം. നമ്മുടെ സ്വന്തം സുഹു കയ്യിലിരിപ്പ് കാരണം ആരോ കൈ തല്ലി പൊട്ടിച്ച്. ആരും നോക്കണ്ട, കല്യാണം കഴിഞ്ഞു. അയ്യോ, ശൈശവ വിവാഹമായിരുന്നു. എനിക്ക് 22 വയസ്സുണ്ട്. എത്ര 22-ലൊക്കെ കല്യാണം കഴിക്കാൻ പാടുണ്ട് സുഹു. എന്നെ ചേച്ചി കല്യാണം കഴിച്ചില്ലേ? ഞാൻ കഴിച്ചതല്ലല്ലോ, കഴിപ്പിച്ചതുമല്ലോ, കഴിക്കേണ്ടി വന്നതാണ്. ഞാൻ കല്യാണം കഴിച്ചത് എന്തിനാണെന്നറിയോ? ഭക്ഷണം കഴിക്കാൻ. അതാണ് സത്യം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ ആരും ഇപ്പൊ കല്യാണം കഴിക്കാൻ മുതിരണ്ട. ചക്ക ഞാൻ ശരിക്കും പറഞ്ഞു. പിന്നെ തിന്ന് മാത്രം തീർക്കരുത്. അവരാദ്യമായിട്ടൊരു കാര്യം പറഞ്ഞത് അവനെ ഊക്കി വിടരുത് പാവം. ഞാൻ കണ്ണൊക്കെ എഴുതാത്തയാ. ഞാൻ ഒന്നൊരു ട്രാജഡിയിലായിരുന്നു. എനിക്ക് ആ ഫുട്പാത്തിലേക്ക് അവള് കൊളാബ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ ഇതേ ട്രാജഡികൾ മാത്രം. അയ്യോ എന്റെ പൊന്നെ, അതാണ് എന്റെ ലൈഫിലെ ട്രാജഡി. അതന്നെ പിള്ളേരെന്നെ ഊക്ക് കേട്ടോ. ശരി, അങ്ങനെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് പോകുക കേട്ടോ. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യാൻ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഫ്ലാറ്റിലെത്തണം. പിന്നെ ഇന്ന് ജോൺസേട്ടായി വന്നിട്ടുണ്ട്. ഞാൻ ഓഫീസിലേക്കൊക്കെ ഇറങ്ങിയ ശേഷമാട്ടോ ജോൺസേട്ടായി വന്നത്. കണ്ടോ, മാനം ഇരുണ്ട് നിൽക്കുന്നു. കണ്ടോ, നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേ ജോൺസേട്ടായി അവിടെ മേലെ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പം ജോൺസേട്ടായി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വ്ലോഗ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് എന്നെ ആര് കൊന്നാലും നിങ്ങൾ അറിയും. ഇതുണ്ട ജോൺസേട്ടായി, ഇതേ നിൽക്കുന്നതാ. ഇതുണ്ടോ, ആ തുണി ഇട്ടതിൻ്റെ താഴെ നിൽക്കുന്നതുണ്ടോ? ഇപ്പം അങ്ങനെയാ. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് ഇവിടെ ഭയങ്കര കളിയാട്ടോ. ഇവിടെ നമുക്കൊരു പാർക്കും ക്ലബ് ഹൗസൊക്കെ ഉണ്ട്. അവിടെ കുറേ സോന, നമ്മളിങ്ങനെ പുക കൊള്ളുന്ന സാധനമല്ലേ, അതും ഷവർ ബാത്തും പൂളും ഒക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം നിങ്ങളെ കൊണ്ട് കാണിക്കാം കേട്ടോ. നമ്മൾ ഈ ഫ്ലാറ്റും അപ്പാർട്ട്മെൻറ്റും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ കോമൺ അമ്യൂണിറ്റീസൊക്കെ ഉണ്ടാവും. അപ്പാർട്ട്മെൻറ്റിൽ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല, അങ്ങനെയാണ് തോന്നുന്നു. പിന്നെ ഇത്ര സ്ക്വയർ ഫീറ്റ്, ഇത്ര റെസിഡൻസ് താമസിക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അതൊക്കെ ഫുൾ എൻ്റെ ദൈവമേ, ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പോൾ ബോംബെ പോലെയായിരുന്നു. പക്ഷേ ബോംബെനേക്കാൾ ഇവിടെ കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റ് ആണ് കേട്ടോ ഈ ഏരിയ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഹൈലൈറ്റ് ഇവിടെ വന്ന ശേഷമാണ് ഇവിടെ ഇത്രയും ഡെവലപ്പായത്. അല്ലെങ്കിൽ ഇതൊരു വല്ലാത്തൊരു പ്രദേശമായിരുന്നിരിക്കണമല്ലോ, കാരണം ഹൈലൈറ്റ് തന്നെയാണ് ഇവിടെ ഇതായി നിൽക്കുന്നത്. ഇത് അവിടെ വേറൊരു ഫ്ലാറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഒളിമ്പസ് എന്നാണ് ആ പ്രൊജക്റ്റിൻ്റെ പേര്. ഇത് കൊറിന്ത്, ഇത് ലെപ്ചിസ്, ഇത് റെസിഡൻസി ടവർ 1, ടവർ 2, ടവർ 3 അങ്ങനെയൊക്കെയാണ്.
ഇവിടുത്തെ ഒരു ജീവിതം വേറൊരു ജീവിതം, നമ്മുടെ നാട്ടിലത്തെ ജീവിതം വേറൊരു ജീവിതം. ആ ജീവിതമാണോ ഇഷ്ടം, ഈ ജീവിതമാണോ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതമായിരുന്നു ആദ്യം എനിക്കൊരു ഭയങ്കര ഒരു ഇതൊക്കെ തോന്നിയത്. പക്ഷെ ഇപ്പം എനിക്കിഷ്ടം എൻ്റെ ഇടപ്പറ്റി ഇവിടെ വന്ന ശേഷം. നമുക്ക് ജോൺസേട്ടായിനെ പോയി നോക്കാം കേട്ടോ. പോയി നോക്കാനൊന്നുമില്ല, ജോൺസേട്ടായി ചോറുണ്ടിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. മീൻ വാങ്ങി അമ്മേൻ്റെ കൊടുത്തിട്ടാണ് ഞാൻ പോയത്. ചിലപ്പോൾ ജോൺസേട്ടായി ചോറുണ്ടിട്ടായിരിക്കും വന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്ന് ചോറുണ്ടിട്ടുണ്ടാകും. എന്തായാലും ഞാൻ ബിരിയാണി തിന്ന കഥയൊന്നും ജോൺസേട്ടായിക്ക് അറിയില്ല. ഇന്ന് ഞാൻ ഓഫീസിൽ മീറ്റിങ്ങിന് പോയി എന്ന് പറഞ്ഞില്ലേ, മീറ്റിങ്ങിന് പോയിട്ട് വന്നപ്പോൾ ഞാൻ ബിരിയാണി ആയിട്ടാ കഴിച്ചത്. അപ്പം ഞാനിപ്പോൾ പോയി ചോറുണ്ട്, എനിക്കെന്തോ വിശക്കുന്നുണ്ട്, ചെറിയൊരു വിശപ്പ്. അങ്ങനെ ഞാനിതേ ഫ്ലാറ്റിലെത്തി. ഇന്ന് നല്ല പണിയായിരുന്നു കേട്ടോ, എനിക്ക് ഫുൾ അടിച്ച് കഴുകി തുടച്ച്. അത് കാരണം ഞാൻ ഓഫീസിലേക്ക് എത്തിയതും കുറേ ലേറ്റായിട്ടാണ്. പിന്നെ എനിക്കിന്ന് ഓഫീസിൽ തന്നെ അങ്ങനെ അത്രമാത്രം പണിയൊന്നും ഇല്ലാതിരുന്നത് കുഴപ്പമില്ല. ഹേയ് മാൻ ഇവിടെ വന്നു ഫോൺ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിങ്ങളുടെ ശല്യം കാരണമല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. പൊക്കോ, അമ്മ ഭയങ്കര കൂട്ടാ ചോക്കൂട്ടര്. പൊക്കോ പൊക്കോ, ശല്യം കാരണമല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഇവിടെ വന്ന് ഫോൺ പിടിച്ചോണ്ടിരിക്കും. എനിക്കാണ് വിശന്നിട്ട് പോയി, ഞാൻ അടുക്കളയിൽ പോയി നോക്കട്ടെ. മീൻ വറുത്താ? എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഓ ജോൺസനെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഞാൻ ആരാ പിന്നെ? അതെ 160 രൂപയുടെ മീനാട്ടോ ഇതൊക്കെ കൂടെ. പിന്നെ ഞാൻ രാവിലെ കാണിച്ചു തന്നില്ല എന്തൊക്കെയാണുള്ളതെന്നൊക്കെ. മോരുകറി ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അത്ര ചോറിനട്ടെ, എനിക്ക് വിശന്നിട്ട് പോയി. അമ്മ പപ്പടം കഴിച്ചായിരുന്നോ? ചോറിനട്ടെ, എനിക്കെന്താ അറിയില്ല. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നു കേട്ടോ. അപ്പം അമ്മ തന്നെ ചോറെടുത്ത് തരണമെന്ന് വാശി. കാരണം ഇവിടെ ചേച്ചീൻ്റെ കൊച്ചു നിന്നിട്ട് അമ്മ അതിനെ മാത്രം മൈൻഡ് ചെയ്ത് ജീവിക്കുകയാണേ. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്നെയും കൂടെ നോക്ക്. ശരി, മക്കൾ കഴിഞ്ഞിട്ട് മതി, കൊച്ചു മക്കളൊക്കെ. പപ്പടം വറുത്ത് തന്നെ എടുത്തോ. പൊടി എന്നാലും വൃത്തിയായി അടിച്ചു വരത്ത. പക്ഷെ ഒന്നും കൂടെ അടിച്ചു തുടക്കണം അല്ലേ നാളെ. എന്തിൻ്റെ നോക്കാം. ഞാൻ ആ ബക്കറ്റ് കഴുകി വെച്ചെടുത്ത് പുറത്ത് വെച്ചതല്ലേ? പുറത്ത് വെച്ചെന്തിനാ? ഇവിടെ തന്നെ വേസ്റ്റ് ഇട്ട് വെച്ചുകൂടായിരുന്നു. അല്ല, ആ ബക്കറ്റ് ഇവിടെ വെച്ചാൽ പോരായിരുന്നോ? അമ്മയ്ക്ക് തൈര് സാധനം വേണ്ടേ? ജോൺസേട്ടൻ വന്നാൽ ഇങ്ങനെ 24 അവർ ഫോൺ വഴി ആയിട്ടോ രക്ഷണ്ടാവില്ല, ശരിക്കൊരു സൈഡ് ഉണ്ടാവില്ല. അമ്മ മരുമോന്റെ കൂടെ എനിക്കിപ്പോ സംശയമുണ്ട്. അമ്മ മരുമോന്റെ കൂടെ എന്റെ കൂടെ മരുമോന്റെ കൂടെ മോളോട് ഞാൻ ഉള്ള കാര്യം ശരിയാണ്. പപ്പടം വറുത്ത് തന്നെ എടുത്ത് വെച്ചോ. കാച്ചാണ്ടാവും. ഇതേ പപ്പടം കാച്ചിട്ട് ഇഷ്ടംപോലെ ഇരിക്കുന്നു. ആ പഴയതാ, ആ തന്നിട്ട് കളയാത്തെ. ഭീമോ മറ്റേ ചേച്ചിനോട് ഞാൻ പറഞ്ഞു, ഭീമോ വന്ന് 12 മണിക്കൂർ തണുപ്പത്തിരിക്കണം, നമ്മള് തല്ലിക്കൊല്ലും നാട്ടുകാരാണ്. എന്നൊരു സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങളെ ഉടമ്പണത്തിൽ വിളിച്ചു കേട്ടോ. അപ്പൊ ഞാനും അമ്മയൊക്കെ കൂടെ ഉടമ്പണത്തിൽ പോവാണ്. ഉടൻപണത്തിൽ ഉടൻ വരുന്നു അമ്മയും ഞാനും. അല്ല, അമ്മയും ഞാനും അമ്മയും പറയാൻ പറ്റില്ല, അമ്മയും ഞാനും. അമ്മേനെ വിളിച്ച് വയനാടിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന. വയനാടിന് വേണ്ടി ഞാൻ പോകുന്ന കേട്ടോ. അതന്നെ, വയനാട്ടുകാര് അമ്മയ്ക്ക് ഒരു ജിക്ക് അറിയാത്ത അമ്മ എന്ത് കുന്തത്തിന് പോവാന്ന് എനിക്ക്. ജിക്കേക്ക് വേണ്ടി ഞാൻ എന്റെ വയനാടിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. എന്ത് പറയാമ്മ? വയനാടിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് എന്റെ വയനാടിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്താ പറയാ, വയനാട്ടുകാരെ കുറിച്ച് സംസാരിക്കാനുണ്ട്. വയനാട്ടിൽ നടക്കുന്ന സംഭവങ്ങള്, പിന്നെ വയനാടിനെ സ്നേഹിക്കണം എന്ന് വിചാരിച്ചതൊക്കെ വിളിക്കണം. വയനാടിനെ ആരെ സ്നേഹിക്കാത്ത? അങ്ങനെ മോളെ, വയനാടിനെ കുറിച്ച് ഇപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ആശങ്കയാണ്. എണ്ണ കുറവാ പിന്നെ ഞാൻ കുറച്ച് ചോറുണ്ടാട്ടെ കേട്ടോ, എന്നിട്ട് കാണാവേ. ഇത് ഞാൻ ചോറുണ്ടാന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ദോശയൊക്കെ തിന്ന ഉച്ചത്തെ കറിയൊക്കെ കൂട്ടിയിട്ടേ. ഇത് ഞാൻ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് ദോശയൊക്കെ തിന്നു കേട്ടോ. താഴെ പിള്ളേർ കളിക്കുന്നു. ഞാൻ ഒന്ന് മാളിൽ കൊണ്ടുപോകുമായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ. അല്ലേ മാളിൽ വെറുതെ. ആക്ച്വലി ഞാൻ ജോൺസേട്ടനോടുള്ള വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി താഴേക്ക് വന്നതാണ്. ജോൺസേട്ടനോടുള്ള ദേഷ്യം കൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ജോൺസേട്ടനോട് ഞാൻ കുറേ സമയം ചെയ്യാം. ജോൺസേട്ടാ ചെയ്യും.
പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഞാനൊന്ന് പറയാം. 2 ദിവസം ചെയ്തപ്പോഴേക്ക് ഇപ്പം തന്നെ എനിക്ക് മതിയൊക്കെ വന്നിട്ടുണ്ട്. നോക്കാം എന്താവുന്നുള്ളത്. മുക്കുമുട്ട ഫുഡടിച്ചിട്ടാണ് ആക്ച്വലി ഇത് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ എക്സസൈസ് ചെയ്യുന്ന കണ്ടിട്ട് ടെൻഷൻ അടിച്ച ഒരാൾ കയറിയുണ്ടോ? ഇതുപോലെ നമുക്ക് പല ശീലങ്ങൾ മാറ്റാൻ പറ്റും. ഇനി ഈ ഒരു ശീലമുണ്ട്, ഞാനും ഇത് തുടങ്ങും. അപ്പോൾ ആശാനകത്തും ദേവി കുടിച്ചു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് അബദ്ധമാണോ എന്ന് ഓർത്തിട്ട് അതും നിർത്തും. ഞാൻ മദ്യപാനം തുടങ്ങാൻ പോകും. അമ്മ സിനിമ കാണുമായിരുന്നു. ഞാൻ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി മ്യൂട്ടാക്കി. അമ്മ പിണക്കത്തിലാകണ്ടോ? അമ്മയ്ക്ക് ഉടമ്പണത്തിൽ കിട്ടിയിട്ട് കൂടെ 4 ആളെ കൊണ്ടുപോകണം. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഞാനുണ്ട്, 2 ആളെയും കൂടെ കൂട്ടണം. മരുവൻ എന്തായാലും വരും. ഇപ്പോൾ ഒരാളെയും കൂടെ കിട്ടിയാൽ 3 ആളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അമ്മ, ഒരു കുഴപ്പമില്ല, 3 ആൾ മതി. ഓക്കെ, ചിരിക്കി സരോ ചിരിക്കി. ഇങ്ങനെ പിണങ്ങാൻ പാടില്ല. സരോ ചിരിക്കി. ഞാൻ പോകുന്നില്ല. കണ്ടോ, ഇതാണ് അമ്മേന്റെ കുഴപ്പം. നിങ്ങളല്ലേ പറഞ്ഞ നല്ല അമ്മയോ പൊന്നമ്മയോ സീറ്റമ്മയോ കുന്തമ്മയോ? ഇതാണ് നിങ്ങളല്ലേ പറ. അമ്മക്ക് ഒരു ആവശ്യം വരുമ്പോ ആരെ സഹായിക്കേണ്ടത്? ഞാൻ ഇവരൊക്കെ സഹായിക്കുന്നില്ല. അമ്മ എനിക്ക് വരാൻ ഞാൻ വരാലോ. ഞാൻ എന്തായാലും ഉണ്ടല്ലോ. ഈ ചെയ്ത് കിട്ടാൻ പോലെ ഞാൻ ഉണ്ട്. പിന്നെ ഇയാളെയാണോ ഉദ്ദേശിച്ചത്? ഇയാൾക്ക് സഭാകമ്പ നമുക്ക് അറിഞ്ഞൂടെ? അരങ്ങത്ത് അങ്ങേർക്ക് 2 പെഗ് കൊടുത്താൽ അങ്ങേര് കൂടെ ഉണ്ടോ? കൊടുക്കുമോ അമ്മ? വാങ്ങി കൊടുക്കുമോ? ആ, അമ്മ പിന്നെ എന്ത് ചെയ്യും? എത്ര പറഞ്ഞാൽ പറ്റില്ലേ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പുറത്തേക്ക് നിന്നാ ആരും വാവാന്ന് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ എന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞാൽ പോരെ? ഞാൻ വരാം. ഫോളോവേഴ്സിൽ ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. പാവന്റെ 3-ാം തീയതിയാണേ. 3-ാം തീയതി 6:15 അവിടെ ഫ്ലോറിലെത്തണം. അപ്പൊ വരാൻ താല്പര്യം പിന്നെ ബാക്കി കമന്റിൽ പറയാം എന്തൊക്കെയാണ് വരാൻ താല്പര്യം. കമന്റ് ചെയ്താൽ മതി. എറണാകുളത്താണ്, മഴമനോരമ സ്റ്റുഡിയോയില്. അതെ, എന്താ ഇവര് ശരിയല്ല. ആരും ശരിയല്ല. ഞാന് ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനിപ്പോ എനിക്കിപ്പോ അമ്മ ഇത് പൊളിച്ചു തന്നാ മതി, വേറെ ഒന്നും എനിക്ക് വേണം. ശരിയല്ല. ആരാടിയേ? അമ്മ ഇവളോടാണോ കൂടുതൽ സ്നേഹം, എന്നോടാണോ? കുടുംബകലഹം ഉണ്ടാക്കാൻ എന്തെങ്കിലും വഴിയൊക്കെ നോക്കിയിരിക്കുക. പണ്ടേ ഉണ്ട് പറ, ഓളോടാണോ എന്നോടാണോ? എനിക്ക് തൽക്കാലം ഇഷ്ടം പോയി ചുമച്ചു നേരിക്കുമല്ലേ. എന്റെ പൊന്നു സാരോ, ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യം. അങ്ങോട്ട് വാ, കാണിച്ചാൽ ഇവിടെ വാ, കാണിച്ചാൽ ഇവിടെ വാ. അമ്മയ്ക്ക് 2ാമത്തെ പ്രാവശ്യം കേട്ടോ. മിക്സി എന്താ കുഴപ്പം അറിയുന്നത്. ഇവിടെ കുഞ്ഞി എഴുന്നേറ്റോ? ചേച്ചീൻ്റെ മോള്. ഇവളെ ചെറുപ്പത്തിൽ നോക്കിയ മുഴുവനും ഞാനാട്ടോ. എൻ്റെ കൂടെ തന്നെയായിരുന്നു. എനിക്ക് ഇവിടെ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. ഇപ്പോഴും എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. എന്താ എൻ്റെ പ്രശ്നം? അമ്മ മിക്സി ഉള്ളിലേക്ക് കുത്തുന്ന ശരിയില്ലാത്തതിൻ്റെ പ്രശ്നം. ഇതിങ്ങനെ ആക്കുക, കുത്ത്. കമ്പിയും കൊണ്ട് ഒരിക്കലും പോയി ആക്കരുത് കേട്ടോ. അത് പറയട്ടോ, നീ അത് ചെയ്തിട്ട് അത് പറയണം കേട്ടോ. ഇനി മേലെ മിക്സി അയച്ചിട്ട് മിക്സി ഞാൻ ഇവിടെ തുടയ്ക്കാൻ വേണ്ടി അയച്ചതല്ലേ. ഇന്നെന്താ രാവിലെ ഉണ്ടാക്കിയേ? ചപ്പാത്തി, ഓക്കെ. ഞാൻ ജിമ്മിന് വിട്ടേ. അമ്മയ്ക്ക് മൊബൈൽ അഡിക്ഷൻ ഭയങ്കര. മൊബൈൽ അഡിക്ഷൻ എന്ത് ബൂട്ട് പ്ലാൻ എന്തിനൊക്കെയാ അവർ ചോദിച്ചാൽ ഡീറ്റെയിൽസ് ഇമെയിൽ. ഇമെയിൽ എന്താ അവർ ചെയ്തോളൂതൊക്കെ. അമ്മയ്ക്ക് വന്നൊരു ക്ലാസ് എടുത്ത് തരും. കുഞ്ഞ് എഴുന്നേക്കുന്നില്ല അമ്പു? വേണം ഞങ്ങൾ കൊണ്ടുപോകാം. ഞങ്ങൾ ജിമ്മ് കഴിഞ്ഞ് വരാം. ഞങ്ങൾ ജിമ്മിന് പോയിട്ട് പോരാ. നമുക്ക് വയനാട് പോവാ. ഇന്ന് പോയിട്ടും വരാം. അമ്മേനെ ഉടമ്പണത്തിൽ വിളിച്ചതിന്റെ ത്രില്ലില്ല. ആക്ച്വലി ഞാനും അമ്മയും കൂടെ പോയിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇല്ല, ജോക്കുട്ടൻ വരും, ഞാൻ വരും, ആകാശം വരും. പോരാ, നമ്മളെങ്ങനെ പോവാ? കാറെടുത്ത് തന്നെ പോവാ. കുട്ടൻ വരുന്നുണ്ട്. കുട്ടൻ വരുന്നുണ്ട്. ഷർട്ടിനകത്ത് കുട്ടൻ പോ 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 വരും വരും. വലിയ ഡിമാൻഡൊക്കെ ജോൺസന്റെ എല്ലാ തരികടകളും ഉണ്ട്. ജോൺസേട്ടായിക്ക് ഉണ്ടല്ലോ, പള്ളിയിലെ കൈക്കാരനാണ് ജോൺസേട്ടായി. അപ്പൊ ജോൺസേട്ടായിക്ക്
പള്ളിയിലൊരു പ്രസംഗം പറയാനുണ്ട്, സ്വാഗതം. ആ സ്വാഗതം പറയാന് ക്ലാസ്സിന് പോയി പഠിച്ചോണ്ടിരിക്കുക. എന്ത് മിണ്ടാണ്ട് പറയുന്നത് ക്ലാസ്സിൽ ഭയങ്കര സഭാഗം. ജോൺ ചേട്ടന് SLCക്കൊക്കെ ഫസ്റ്റ് ക്ലാസ് ആട്ടോ. എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു അതൊന്നും ഇടലേ. പിന്നെ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ എല്ലാം പറയും. അപ്പൊ ഇപ്പൊ ഇരുന്ന് പഠിക്കപ്പോ രാവും പകലും ഇല്ലാതെ മോളോടത്തൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി ഞാനൊരു നല്ല പ്രാസംഗികയാണ് കേട്ടോ. എനിക്ക് DC കിഴക്കൽ മുറിയിൽ സ്മാരക അവാർഡ് കിട്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ പ്രസംഗിക്കും കേട്ടോ. പക്ഷെങ്കിൽ ജോൺ ചേട്ടായിക്ക് ആ ഒരു വാസന അടുത്ത് കൂടെ പോയിട്ടില്ല. കാരണം ജോൺ ചേട്ടൻ്റെ അമ്മയല്ലല്ലോ ഞാൻ, അതായിരിക്കും. അപ്പം ജോൺ ചേട്ടായിനെ പ്രസംഗം പഠിപ്പിക്കണം ഇന്നും നാളെയൊക്കെ ആയിട്ട് എനിക്ക് ഇരുന്നിട്ട് എന്നെ കിട്ടില്ല. മിണ്ടാതെ പോടിയാൻ ആ പ്രസംഗം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേജ് എന്ന് പറഞ്ഞ സാധനം, സ്റ്റേജ് കയറും വിട്ട് കഴിഞ്ഞാൽ പിന്നെ പാട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം പാട്ട് പാടാൻ പറ്റി മൈക്ക് വർക്ക് ചെയ്തില്ല. അല്ല, കരോക്കൊക്കെ അനുസരിച്ച് പാടാൻ പറ്റിയില്ല. ഞങ്ങളോട് 2-3 ഗായകരുണ്ട് കേട്ടോ, ഡ്രിങ്കിങ് സിംഗേഴ്സ്, കള്ളുടിച്ചാൽ മാത്രം പാടുന്ന ആളുകളുണ്ട്. അപ്പോൾ ജോൺ ചേട്ടായിക്ക് ആഗ്രഹം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാൻ പറ്റുന്ന ജോൺ ചേട്ടൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു കല്യാണ ഫംഗ്ഷനിൽ കള്ളു കുടിച്ചു. അന്ന് ആ മൈക്കുകാരൻ്റെ കൈ സോപ്പടിച്ച് പോയിട്ട് മൈക്ക് കൈ കിട്ടി കരോക്കെ അങ്ങ് വെച്ചതും ആ വീഡിയോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടാകുമ്പോൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മക്കളെ അമ്മ കാണിച്ചില്ല. അമ്മ വാ, അമ്മ എങ്ങനെയായിരുന്നു കോപ്പിറൈറ്റ് നമുക്ക് മ്യൂട്ടാക്കിട്ടാ. അമ്മ അങ്ങോട്ട് വാ, എങ്ങനെയായിരുന്നു പറഞ്ഞു കൊടുക്കാം അമ്മ ആക്ഷനിൽ. അമ്മ കാണിച്ചു. ഇത് ജോൺ ചേട്ടൻ്റെ വീഡിയോ. ഒരു കളിയില്ല ഇങ്ങനെ അയ്യോ കരയാൻ മുട്ടുന്നു. പാട്ട് പുറത്തേക്ക് വരുന്നില്ല. ഈ കരോക്കൊക്കെ അനുസരിച്ച് പാടി ശീലമില്ലല്ലോ. ഓ അയ്യോ, ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ പറ്റിയാൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ജിമ്മിന് പോകാൻ നിൽക്കുന്നതാണ്. ഞാൻ ജിമ്മിന് എപ്പത്തൊട്ട് പോകാൻ തുടങ്ങി. എപ്പത്തൊട്ട് ആശാന് വരണം. വീട്ടിലൊരു ത്രെഡ്മില്ലുണ്ട്. കഴിയുമ്പോൾ മാത്രം ഞാൻ വഴക്ക് പറഞ്ഞാൽ ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ നല്ല ചപ്പാത്തിയും കറിയും ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് കഴിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വരാം. എന്നോട് ചോദിക്കണം നിൻ്റെ ട്രെയിനർ ഇന്ന് വരുന്നുണ്ടോ. ഭയങ്കര എൻ്റെ ട്രെയിനർ ഒരു പെണ്ണാട്ടോ, സുന്ദരി പെണ്ണ. എന്നോട് ചോദിക്കാൻ നിൻ്റെ ട്രെയിനർ ഇന്ന് വരുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞാൽ ആ വരുന്നുണ്ട്, നല്ല വേഗം വരുള്ളൂ താഴേക്ക്. ഹൈറ്റില്ലേ, ബോൺ വെയിറ്റ് ഇല്ലേ, മസിൽ വെയിറ്റ് ഇല്ലേ, പോവാ. അപ്പോൾ അതേ നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ജോൺ ചേട്ടൻ ഇപ്പം നല്ല ഉഷാറാട്ടോ, നല്ല മിടുക്കാനായിട്ടുണ്ട്. നല്ല മോനാട്ടോ, നല്ല കുട്ടിയാട്ടോ. അതെ എൻ്റെ ഒരു ചുന്നരി മോളവിടെ വാ വാ, എൻ്റെ ഒരു ചുന്നരി മോളതാ അവിടെ. എല്ലാവരും സോപ്പിട്ട ചപ്പാത്തി കൂടുതലെന്നാലും അമ്മയുടെ അകത്ത് ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആട്ടോ, ഭയങ്കര സോഫ്റ്റാണ് കാണിച്ചത്. ജോക്കൂട്ടിൻ്റെ പാട്ട് കേട്ടോ, ജോക്കൂട്ട ഒന്നുകൂടെ പാട്. നാണായി കൂട്ടന് നാണായി കണ്ടോ. ഇനിയിപ്പോൾ വെള്ളം കൂടിയായി എന്തെല്ലാം കാണണം പ്രഹസനം. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതാണ് ഇങ്ങനെ മാതൃകാപരമായി നമ്മൾ കാണിച്ചു കൊടുത്ത ബാക്കിയുള്ളവർ ചെയ്തു. എൻ്റെ കുട്ടീനെ കണ്ട ചുന്നരിയായി മോള്. കൈ പോയ കുക്കറൊക്കെ പ്രദർശിപ്പിച്ചിട്ട്. അയ്യോ തുറന്ന മിന്നൂസിന് മീൻ വേണോ? മിന്നു ഒന്നും മീനേ തിന്നാത്ത ആളാട്ടോ. ഇപ്പം മിന്നുവിന് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പാത്രത്തിൽ കൂടെ എടുത്തോണ്ട് മോളാണേ. തുറക്കുന്നോട്ടെ, അങ്ങോട്ടല്ല തിരിക്കുക, അങ്ങോട്ട് ജോപ്പേനെ വിളി. ജോപ്പേ തുറന്നേരാ. എനിക്കും തുറക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ അവസ്ഥപ്പെടും. അത് നമുക്ക് പറ്റില്ല മിന്നു. അമ്മേനെ അങ്ങനെയെങ്കിലും സഹായിക്കണ്ടല്ലേ മിന്നു. ചൂടൻ ചപ്പാത്തി. എന്റെ അമ്മ ഉണ്ടാക്കി കേട്ടോ. നിന്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കും. ആനി നല്ലോണം. ആനീൻ്റെ ഫുഡ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പക്ഷെ ഇവർ കഴിക്കില്ല. അതാണ് ആനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി. ആനിയുടെ ചപ്പാത്തി, മുട്ട റോസ്റ്റ്, ആനി എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ചേച്ചി ആയതുകൊണ്ട് പറയാം. എന്താണെന്നറിയില്ല, റോബസ്റ്റപ്പഴം. എൻ്റെ അമ്മ ഉണ്ടാക്കിയ ചപ്പാത്തി വേനക്ക്. നിന്റെ അമ്മയ്ക്ക് അറിയോ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ? അറിയോ? ഭയങ്കര ഇഷ്ടം. അമ്മച്ചിക്കൊന്നും ഉണ്ടാക്കാതെ പറയുന്നത് ചക്കര. എൻ്റെ അമ്മായിമേനെയാണ് നിങ്ങൾ ഈ കുറ്റം പറയുന്നത്. മധുരം ഇടാത്ത കാപ്പി, മധുരം ഒട്ടും ജോക്കുട്ടി വേണ്ട. ജോക്കുട്ടി ഷുഗർ കട്ടാ. വിത്തൗട്ട് അവിടെ ഷുഗർ കട്ടാ.
ഷുഗർ കട്ട എന്റെ കോപ്പി അടിച്ച് ഈ സാധനം പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഷുഗർ നിർത്തിയപ്പോ എന്റെ സ്കിന്നൊക്കെ നന്നായിട്ടോ. ഷുഗറും കോളയൊക്കെ നിർത്തിയപ്പോ ജോൺസേട്ടനെ പണ്ട് എന്നോട് പറഞ്ഞ ജോൺസേട്ടയ്ക്ക് നിറം കുറവാന്നുള്ള കോംപ്ലക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ജോൺസേട്ടൻ എന്നോട് പറഞ്ഞത് ഞാൻ നല്ല വെളുത്തിട്ടുണ്ടായിരുന്നു അടി. എൻ്റെ അമ്മ പറമ്പിൽ വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ മുട്ടിലഴിഞ്ഞ് പൊക്കക്കുഴലിൻ്റെ ഉള്ളിലൂടെ വീണു പോയി വിറകടുപ്പിന്റെ. അങ്ങനെ ഞാൻ കറുത്തു പോയതാണ്. പറയും സത്യം. സംഭവം ചോക്കൂട്ടൻ അങ്ങനെ പറയുമായിരുന്നു. ഗ്രീൻ പീസ് കറി അല്ല സോറി ബാജി ഇഷ്ടമാണോ? എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ബാജി ഇഷ്ടമാണോ? കഴിച്ചോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാൻ ഞാൻ ജോൺസൺ ഫ്രം ന്യൂസ് ഫുഡ്. തിന്നിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവും. ഞാൻ കട്ടാക്കിയിട്ട് കാര്യം പറയാം. ഷുഗർ കുറയ്ക്കും, മധുരം ഇടൂല. വാട്ടീസ് അടിക്കും. ഷുഗറിനെക്കാട്ടി കൂടുതൽ കാർബൺ എന്തിനുണ്ട്? വാട്ടീസിലുണ്ട്. ഹൈഡ്രജനും കാർബണും ഷുഗറിലും ഒക്കെ തന്നെയാണ്. ആരാണ് എനിക്കറിയില്ല. അതെ സെയിം അല്ലേ. ഷുഗറിനെക്കാട്ടി കൂടുതലാണ് വാട്ടീസ് ഉള്ളത്. അത് കുറച്ചെങ്കിലും മദ്യം എനിക്കൊരു വീക്ക്നെസ് ആണ് പ്രഭു. ബൈ.